കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഇപ്പോ 2026 ന്യൂ ഇയറിൽ ഞാൻ എടുത്ത തീരുമാനമാണ്, എന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു തെറ്റുണ്ടെങ്കിലും അത് നമ്മളങ്ങ് ക്ഷമിക്കുക. എങ്ങനെ? എന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു തെറ്റുണ്ടെങ്കിലും അത് നമ്മളങ്ങ് ക്ഷമിക്കുക. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? കാരണം ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം തരുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആണോ? ഭയങ്കര. ആകാശൊടിഞ്ഞ് താഴെ വീണാലും അത് ആൾക്കാര് പിന്നെ ഇവന്റെ തലയിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ക്ഷമിക്കുന്നു. ഇവ എനക്കെതിരെ കേസ് കൊടുത്തു. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. കേസൊന്നും വേണ്ട, ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്റെ പൊന്നു മോനെ, നിനക്ക് ഇപ്പൊ എന്നെ മനസ്സിലായിട്ടില്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടേലേ നീ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത നീയാണോ സ്ത്രീ ആയിട്ട് ജനിച്ചിട്ട് സ്ത്രീ ആയിട്ട് ജീവിക്കുന്ന നമ്മൾ കൊടുക്കുന്നതിനാണോ നമുക്ക് കാണാം. പേടിപ്പിക്കുന്നേ എന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജാസിയെ കുണ്ടൻ എന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജാസിയെ കുണ്ടൻ എന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നീ ഗേ ആണ് എന്ന് ഓൾറെഡി സമ്മതിച്ചിട്ടുള്ള ആളാണ്. ഗേ ആയിട്ടുള്ള ആൾക്കാരെ നാട്ടിൽ കുണ്ടൻ എന്ന് പറയും മലയാളത്തിൽ. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എന്ത് സർജറി ആണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇവൻ വായി തുറക്കുന്നത് ഊഞ്ഞാല ഊഞ്ഞാല. നീയല്ലടെ എടയോ റൂം എടുത്തിട്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ 4 5 1ാം ക്ലാസ്സിലായിട്ടും പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പോയിട്ട് ചീത്ത വിളിച്ചോൻ. ആരാടാ റമോ നിന്നോട് അപവാദമൊക്കെ പറയും? ഈ നാരിക്കെതിരെ കേസ് കൊടുക്കണം. ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ, പേടിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഇവ കണ്ടാൽ തന്നെ പഠിക്കും. അത് വേറെ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പുരുഷനായി മാറിയ വ്യക്തിയാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയൂ. കൊട്ടംകുളങ്ങര അമ്പലത്തിലെ വേറൊരു വിഷ്വലിനകത്ത്, വേറൊരു മീഡിയനകത്ത് ജാസി ഈ നാട്ടുകാരോട് പറഞ്ഞല്ലോ, ഞാൻ കംപ്ലീറ്റ് വുമണായി, എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല എന്ന്. ജാസി അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ സർജറി കഴിഞ്ഞ് പിന്നെ പൂർണ്ണതയിലൊരു സ്ത്രീയായി. നീ 2025 ഇവൻ പറഞ്ഞു സർജറിയും കഴിഞ്ഞ് ഇവൻ പെണ്ണായിന്ന്. ഇതിന്റെ ഇടക്ക് പിന്നെ റെനെ മെഡിസിറ്റിയിൽ കിടന്നിട്ട് പറയുന്നുണ്ട് ഇത് സ്ത്രീയായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലുള്ള വാക്കുകളെക്കാളും മൂർച്ചയൊന്നുമില്ല ഡോക്ടർ വെച്ച കത്തിയിലും കുത്തിക്കേറ്റിയ സിലിക്കോണിലും. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കോരാൻ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.